ഇത്രയും കരുത്താർന്ന ഒരു പ്രചാരണം കേരളത്തിന്റെ ചരിത്രത്തിൽ എൻഡിഎക്ക് കേരളത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. പ്രധാനമന്ത്രി തന്നെ നേരിട്ട് കേരളത്തിൽ വന്ന് സ്ഥാനാർത്ഥികൾക്കായി പ്രചരണം നടത്തുന്നത് കരുത്താർന്ന ഒരു പ്രചാരണത്തിന്റെ ട്രാക്കിൽ തന്നെയാണ് എൻഡിഎ എന്നാണ് സൂചിപ്പിക്കുന്നത്. കേരളത്തിലെ എൻഡിഎയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൂടുതൽ കരുത്തേക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 പൊതുസമ്മേളനങ്ങളാണ് ഇന്ന് നടക്കുന്നത്. രാവിലെ 10-ന് ശക്തന്റെ മണ്ണിൽ കുന്നംകുളത്തും ഉച്ചയ്ക്ക് 1-ന് പത്മനാഭന്റെ മണ്ണിൽ കാട്ടാക്കടയിലുമാണ് പ്രധാനമന്ത്രി ജനങ്ങളെ അഭിസംബോധന ചെയ്യുക. കുന്നംകുളത്തെ പരിപാടിയിൽ ആലത്തൂരിലെ എൻഡിഎ സ്ഥാനാർത്ഥി ടി.എൻ. സരസുവും തൃശൂരിലെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും പങ്കെടുക്കും. കാട്ടാക്കടയിലെ പൊതുസമ്മേളനത്തിൽ കേന്ദ്രമന്ത്രിമാരും തിരുവനന്തപുരത്തെയും ആറ്റിങ്ങലിലെയും സ്ഥാനാർത്ഥികളുമായ രാജീവ് ചന്ദ്രശേഖറും വി മുരളീധരനും വേദിയിലുണ്ടാകും. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം ഇത് 2ാം തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിൽ എത്തുന്നത്. മാർച്ച് 19-ന് പാലക്കാട് സി കൃഷ്ണകുമാറിന്റെ പ്രചാരണത്തിനും പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയുടെ പ്രചാരണത്തിനു വേണ്ടിയും നരേന്ദ്രമോദി എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി കൊച്ചിയിലെത്തിയ പ്രധാനമന്ത്രി ഇന്ന് ഹെലികോപ്റ്റർ മാർഗമാകും തൃശൂരിലെത്തുക. പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ച് കാട്ടാക്കടയിൽ ഇന്ന് രാവിലെ 10 മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാട്ടാക്കടയിലേക്കുള്ള മുഴുവൻ റോഡുകളും അടയ്ക്കും. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ ഒന്നും കടത്തിവിടില്ല. കാട്ടാക്കടയിലും പരിസര പ്രദേശത്തെ റോഡുകളുടെ ഇരുവശങ്ങളിലും രാവിലെ മുതൽ പ്രധാനമന്ത്രി മടങ്ങും വരെ യാതൊരുവിധ പാർക്കിംഗും അനുവദിക്കില്ലെന്നും പോലീസ് അറിയിച്ചു. തിരുവനന്തപുരത്തെ എൻഡിഎ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ്താവന ഇത്തരുണത്തിൽ വളരെ ശ്രദ്ധേയമാണ്. അംബേദ്കറുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബിജെപി സർക്കാരിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഈ തിരഞ്ഞെടുപ്പ് ശരിക്കും ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാനുള്ള തിരഞ്ഞെടുപ്പാണ്. ഇത് ഒരു പതിവ് മത്സരമല്ല, അവസരമാണ്. എന്റെ പാർട്ടിക്കും എനിക്കും മോദിജിക്കും ഇതൊരു നിയോഗമാണ്. ഞങ്ങൾക്ക് ജയിക്കാനല്ല, ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാനാണ് മത്സരം, രാജീവ് പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയം രാജ്യത്ത് എല്ലായിടത്തെയും പോലെ വികസനം, തുല്യത, അവസരങ്ങൾ തുടങ്ങിയത് തന്നെയാണ്. കേരളത്തിന്റെയും തിരുവനന്തപുരത്തിന്റെയും കാര്യമെടുത്താൽ ജനങ്ങൾക്ക് പെൻഷനും സമയത്തിന് ശമ്പളവും വിതരണം ചെയ്യാൻ കഴിയാത്ത നിലയിലേക്ക് ധനസ്ഥിതി തകർന്നിരിക്കുന്നു. വീടും കുടിവെള്ളവും ഇല്ലാതെ നിരവധി ആളുകൾ വിഷമിക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങൾ വളരെ മുന്നേറിയപ്പോൾ കേരളം ഇക്കാര്യത്തിൽ വളരെ പിന്നിലാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. എന്നാൽ ഒരു MP എന്ന നിലയിൽ എത്ര മഹാനാണ് എന്നോ, എത്ര കാലം വിദേശത്ത് കഴിഞ്ഞു എന്നോ, എത്ര തവണ കാൾ മാർക്സിന്റെ ദാസ് ക്യാപിറ്റൽ വായിച്ചു എന്നതോ അല്ല വിഷയം. അടിസ്ഥാനപരമായി ജനങ്ങളെ സേവിക്കലാണ്. കഴിഞ്ഞ 75 കൊല്ലക്കാലം അവർക്ക് ലഭിക്കാതിരുന്ന കുടിവെള്ളം, വീട് എന്നിവ പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പിക്കലാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പൊതുസമ്മേളനങ്ങളിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ BJP പ്രകടന പത്രിക തന്നെ ആയിരിക്കും എന്ന കാര്യത്തിലും സംശയമില്ല. റേഷൻ, വെള്ളം എന്നിവ അടുത്ത 5 വർഷവും സൗജന്യമായി നൽകും എന്നാണ് BJP പ്രകടന പത്രികയിൽ പറയുന്നത്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ വില കുറഞ്ഞ മരുന്നുകളുടെ വിതരണവും വരുന്ന 5 വർഷക്കാലവും തുടരും. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നടപ്പാക്കും. വനിതാ സംവരണ നിയമം നടപ്പാക്കും. 6G നടപ്പാക്കും. അന്താരാഷ്ട്ര തലത്തിൽ രാമായണ മഹോത്സവം നടത്തും. രാജ്യത്ത് ബുള്ളറ്റ് ട്രെയിൻ നടപ്പാക്കും. മുദ്രാവായ്പ 20 ലക്ഷം രൂപയാക്കും തുടങ്ങിയ വാഗ്ദാനങ്ങളും പ്രകടന പത്രികയിലുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രകടന പത്രിക പുറത്തിറക്കുമ്പോൾ സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്ക് പ്രകടന പത്രിക കൈമാറുകയായിരുന്നു. 14 ഭാഗങ്ങളുള്ള പ്രകടന പത്രികയാണ് പുറത്തിറക്കിയത്. വനിതാ സംവരണ നിയമം, പുതിയ ക്രിമിനൽ നിയമം എന്നിവ നടപ്പാക്കും. ബുള്ളറ്റ് ട്രെയിനുകളും കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകളും കൊണ്ടുവരും. ഇന്ത്യയെ രാജ്യാന്തര നിർമ്മാണ ഹബ്ബാക്കും. ഇന്ധനവില കുറയ്ക്കും. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി കുറയ്ക്കും. ദരിദ്ര വിഭാഗങ്ങൾക്ക് 3 കോടി വീട് കൂടി നിർമ്മിച്ചു നൽകും. മുദ്രാ ലോൺ 10 ലക്ഷത്തിൽ നിന്നും 20 ലക്ഷമാക്കും. വടക്ക് തെക്ക് ബുള്ളറ്റ് ട്രെയിൻ റൂട്ടിന്റെ സാധ്യതാ പഠനം നടത്തും. പുതിയ ക്രിമിനൽ നിയമം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി കുറയ്ക്കും. വാതക പൈപ്പ് ലൈൻ എല്ലാ വീടുകളിലും എത്തിക്കും. വൈദ്യുതി ബിൽ 0 പുരപ്പുറ സോളാർ പദ്ധതി വ്യാപകമാക്കും. പ്രധാനമന്ത്രി ആവാസ് യോജന വഴി 3 കോടി വീടുകൾ നിർമ്മിക്കും. ട്രാൻസ്ജെൻഡറുകളെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തും. ഭിന്നശേഷിക്കാർക്ക് PM ആവാസ് യോജന വഴി വീടുകൾ നൽകും. അഴിമതിക്കാർക്കെതിരെ കർശന നടപടികൾ തുടങ്ങിയ വാഗ്ദാനങ്ങളും പ്രകടന പത്രികയിലുണ്ട്. എന്തായാലും ഒരു ഒന്നാന്തരം പ്രകടന പത്രിക. വളരെ കരുത്താർന്ന NDA പ്രചരണം. NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം റൈറ്റ് ട്രാക്കിൽ തന്നെയാണ്. ന്യൂസ് ഡെസ്ക് കർമാനസ്.